ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്, 8 മണി ആവാനായിട്ടുണ്ട്. ഒരു 3-4 കിലോ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളെ ഫുഡിൻ്റെ സ്ഥലം ഇവിടെ, ഫുഡ് ഇവിടെ വെക്കുക. ഇത് നമ്മളെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കണ വെള്ളം, അത് 2 ലിറ്റർ. പിന്നെ നമ്മളെ കുടിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ സാധനം ഇവിടെ ഉണ്ട്, അത് ഈ സീറ്റിലേക്ക് ഇടുക. എന്നിട്ട് അവിടുന്ന് കൈയിട്ടാണ്ട് എടുക്കുക. അപ്പോൾ ഡിക്കീതെല്ലാം കഴിഞ്ഞ് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ഊബർ ഓണാക്കുക, പരിപാടി കഴിഞ്ഞ്. ഈ ടാഗ് മുറിക്കണം ഇതിന് ടാഗ് ഉണ്ടോ, സർവീസർ അവിടുന്ന് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുക. സാധാരണ ഇത് മുറിക്കലുണ്ട്, ഇത് പോരുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടാഗ് ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഞാനാണ് വെച്ചത്. അപ്പോൾ എല്ലാത്തിന്മേൽ 2 എണ്ണം വെച്ചിട്ട് ഇടണം. ഒരു 4-5 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു ബ്ലേഡ് വാങ്ങണം, എന്നിട്ട് അത് മുറിക്കണം. നമ്മൾ അലൈൻമെൻറ്റ് വീണ്ടും തെറ്റിക്കണോന്ന് അറിയില്ല. ടയർ ഉണ്ടോ, ഈ ഭാഗം മാത്രം തേയുണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ടയറാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ അലൈൻമെൻറ്റ് തെറ്റിയിട്ട് ആകെ ഷെയ്ക്കിംഗ് ആയിട്ട് മാറ്റിയത്. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടോന്ന്. ഇവിടെ നിന്നാണ് ആ സൗണ്ടും വരുന്നത്, ബാക്കിൽ നമുക്ക് സൗണ്ട് വരുന്നുണ്ടല്ലോ. ഇവിടെ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല, നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സമയം കറക്റ്റ് 8 മണിയായിട്ടുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. നമ്മളൊരു 11 കിലോമീറ്റർ ഓടിയുണ്ട്. നമ്മൾ ഇരുമ്പനത്തു നിന്നാണ് CNG അടിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാല് പോകുന്നതാണ്. അപ്പോൾ 2 കട്ട പോയിട്ടുണ്ട്. ബിയില് 158 കിലോമീറ്ററാണ് ഇന്നലെ ഓടിയിട്ടുള്ളത്. അത് 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 8:01 ഊബർ ഓണാക്കാം. ഊബറിൽ സർജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഓണാക്കി നോക്കാം. നമ്മളവിടെയൊക്കെ നല്ല സെർജാണ്. ചിലപ്പോൾ ഇപ്പോൾ ട്രിപ്പ് അടിക്കും. റാപ്പിഡോ പാടൊന്ന് ഓണാക്കി നോക്കട്ടെ. റാപ്പിഡോ ഇന്നലെ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്, ഫുൾ റീചാർജാണ്, പിന്നെ ഓടിയിട്ടില്ല. അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കട്ടെ. നമുക്ക് ട്രിപ്പ് അടിക്കപ്പോൾ തന്നെ ചാൻസ് ഉണ്ട്. ചായ അടിക്കാനും സമയം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് വണ്ടി എടുത്തിട്ട് ബോംബെ കഫേൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോയോക്കാം. സീറ്റിൽ ബാക്കത്തെ സീറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, തുടക്കാനായിട്ട് ചളികളൊന്നും ഇല്ല. പക്ഷെ ഡാഷ്ബോർഡുമ്പോൾ ചെറിയൊരു പൊടിയുണ്ട്, സ്ക്രീനുമൊക്കെ നോക്കിയാൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് ഒന്ന് ക്ലീൻ ആക്കട്ടെ. പിന്നെ ഈ ഫ്രണ്ട് സീറ്റും, പിന്നെ ഈ ഡോർ നമുക്ക് മഴവെള്ളം ചാടിയിട്ടേ ആ ഒരു പാട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് ബാക്കിലും ഉണ്ടാവും. അപ്പോൾ ബാക്കിലെ ഡോറും ഡാഷ്ബോർഡും ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ, 10 കിലോമീറ്ററിന് 353 റുപ്യ. അതെന്താ ഇപ്പം അങ്ങനെ, നല്ല ലാഭമാണല്ലോ. തുടക്കാൻ സമയം കിട്ടിയില്ല. ഇവിടെ ജസ്റ്റ് ഡാഷ്ബോർഡും തുടച്ചപ്പത്തിന് ട്രിപ്പ് അടിച്ച് ഒരു 1.3 കിലോമീറ്ററിനാട്ടോ പിക്കപ്പ് ഉള്ളത്. അവിടെ പോയി പിക്കട്ടെ, ക്യാൻസൽ ആയാലേ വലിയ നഷ്ടമാവും. നല്ല ട്രിപ്പാണ്, 10 കിലോമീറ്റർ. അപ്പോൾ നമ്മളിവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ആളടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്കിലൊരു വീട്ടിലൊരു അമ്മൂമ്മ അങ്ങ് നിൽക്കുന്നുണ്ട്, ആ ഗേറ്റിൻ്റെ അവിടെ കണ്ട. അപ്പോൾ ആളിങ്ങോട്ട് നോക്കുന്നുണ്ട്, ആളാണോ എന്നറിയില്ല. അജിന്നാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ തന്നെയാണ്. ആള് വരുന്നുണ്ട്. നമ്മളെ ആലുവൻ്റെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ, റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ വണ്ടി നിർത്തിയാലേ ബ്ലോക്ക് ആവും. അവിടെ മറ്റേ പ്രീപെയ്ഡ് ടാക്സിക്കാരുണ്ട്, ഒരു പ്രശ്നമാക്കും. അപ്പോൾ ട്രിപ്പ് അടിക്കണില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ വേഗം റാപ്പിഡോ പാടെ ഓണാക്കി, ട്രിപ്പ് അടിച്ചിട്ടില്ല. ഞാൻ ആളോട് വരുന്ന വഴിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സാധാരണ അവർ നാട്ടിൽ പോവാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിന് പോകലുണ്ടാവുമല്ലോ ഊബർ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ റേറ്റ് തന്നെ ഉണ്ടാവില്ല ചോദിച്ചു. ഇത് തന്നെ ഉണ്ടാവില്ല പറഞ്ഞു. എന്തോ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറച്ച് കൂടിയ പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ് പറഞ്ഞു. അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്ന്. ഞാനും കരുതി 300 ഉണ്ടാവുമായിരിക്കും, കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ക്യാഷ് കളക്ട് 200 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കളമശ്ശേരി കേട്ടോ, ഗ്രീഷ്മ, മറ്റേ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ റൗണ്ട് തിരിഞ്ഞിട്ട് ആ ബസ് തിരിയണം, അവിടെ റേറ്റ് തിരിയണം. പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ ഗ്രീഷ്മനെയും ഡ്രോപ്പ് ചെയ്തിട്ടോ. അതാണ് ഗ്രീഷ്മൻ്റെ ഹസ്ബൻഡ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 499 ഇതിന് നമുക്ക് 162 രൂപ കിട്ടി. ഇത് നമ്മൾ വേറെ വഴിയെ കാണിച്ചത്. ഞാൻ റേറ്റ് കുറയുമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് 170 വന്നപ്പോൾ കണ്ടീനെ, അതെനിക്കറിയാം. പിന്നെ 162 കിട്ടിയത് ഓക്കെ. ബാക്കി 8 രൂപ ടാക്സ് ഒക്കെ പോകലുണ്ട്. അപ്പോൾ അതങ്ങനെ വിചാരിക്കാം. 190 ടോട്ടൽ വാങ്ങി, 162 നമുക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെയാണ് നമുക്ക് പ്രശ്നം വന്നത്. ഞാൻ 230 എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു. കാരണം ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഇയാൾക്ക് 300 എന്തോ കണ്ടുകൊണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ കണ്ടതെന്ന് എനിക്കറിയില്ല. ഇതാണ് ഒരു സംഭവം. ഊബർ ഇപ്പോൾ ആകെ പ്രശ്നങ്ങളാണ്. ഇത് കണക്കൂട്ടുമ്പോൾ നമുക്ക് നഷ്ടമൊന്നുമില്ല. പിന്നെ ഈ ട്രിപ്പിന് മാത്രമേ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളൂ. ഇതാണ് കറക്റ്റ് നമുക്കൊരു പൈസൻ്റെ കറക്റ്റ് ട്രിപ്പായിട്ട് വന്നത്. അതായത് 190 വാങ്ങി, 162 എൻ്റെ ഏണിങ്സ്. അപ്പോൾ ബാക്കി 27.59 ഞാൻ ഊബറിനോട് കൊടുക്കാനാണ്. പക്ഷേങ്കിൽ മറ്റേതിൽ അങ്ങനെയല്ല, അവരിൽ നിന്ന് ചെറിയ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുള്ളൂ കസ്റ്റമറിൽ നിന്ന്. അപ്പോൾ ഊബർ എനിക്ക് ഇങ്ങോട്ട് 106 തരാനാ. അപ്പോൾ ഇത് മൈനസ് അല്ല.
അപ്പോൾ ഈ 106-ന്ന് 29 കുറക്കണം. അപ്പോൾ കറക്റ്റാണ് 79.16 എനിക്ക് ഇനി ഊബറിന്ന് കിട്ടാനാണ്. 27 കുറച്ച് കഴിഞ്ഞാൽ. ഇതാണിപ്പോൾ ഇപ്പോഴത്തെ ട്രിപ്പിൻ്റെ കമ്മീഷൻ അവർക്ക് കൊടുക്കാൻ. ഇതെനിക്ക് അവർ നേരത്തെ ട്രിപ്പിന് തരാൻ. അപ്പോൾ അതിന് കുറച്ചപ്പോൾ 79.16 ഇനി എനിക്ക് തരാനാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. 79.16 നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ 499 അതിൻ്റെ 2 ട്രിപ്പിൽ. സമയം എത്രയായി? സമയം 9:07 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കളമശ്ശേരി പൈപ്പ് ലൈൻ റോഡിൻ്റെ ഏകദേശം തൊട്ടപ്പുറത്ത് വേറെ റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ സൈഡാക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പോരട്ടെ. അവിടുന്ന് നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല കേട്ടോ. 9:33 ആയി സമയം. അപ്പോൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ HMT റോഡ് മുഖി ആടും. അപ്പോൾ അവിടുന്ന് നമുക്ക് നേരെ ബോംബെ കഫേൻ്റെ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം. നമ്മൾ പഴം കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇനി ഒരു ചൂട് ചായയും പാടെ കുടിക്കാം. ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഫോണിൽ കളിച്ചിരുന്നത്. ഈ ഭാഗത്ത് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ചിലപ്പോൾ അടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നിന്നതാണ്. പിന്നെ ഫോണിൽ കളിച്ച് അങ്ങനെ ഇരുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം ബോംബെ കഫേ പോയിട്ട്. ഇതോട്ട് നമ്മളെ ബോംബെ കഫേ. ബോംബെ കഫേൻ്റെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കാം. ഇവിടെ വണ്ടി ഇടാം. ഇവിടെ എന്തോ ഒരു ഇഷ്ടികക്കല്ലിൻ്റെ എന്തോ കച്ചവടക്കാരാണ്. അപ്പോൾ കുറച്ച് ബാക്ക് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ചായയും വടയും കഴിച്ചു. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 200 രൂപയുടെ ഒരു ആലുവ ട്രിപ്പ്. അപ്പോൾ ഞാൻ കസ്റ്റമറെ വിളിച്ചു. ഒരു 5-6 മിനിറ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്ത് നിന്നാണ് നമുക്ക് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ കോൾ ചെയ്തിട്ട് ആളെടുത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് 6 മിനിറ്റ് ആവും എന്നുള്ളത്. ആ മെസ്സേജും ആൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ യൂട്ടേൺ അടിച്ച് ചെന്ന് നോക്കട്ടെ. ഞാൻ ചായയുടെ ഒരു പകുതി ആയപ്പോൾ ഊബർ ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓണാക്കി. അപ്പോൾ പിന്നെ അപ്പം തന്നെ ട്രിപ്പ് അടിച്ച്. ഞാൻ അപ്പോഴൊന്നും ട്രിപ്പ് അടിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഓണാക്കിയത്. അപ്പോൾ ചായ കുടിക്കുന്ന ഇടയിലാണ് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ കുറച്ച് നേരം ആയപ്പോൾ ട്രിപ്പ് അടിച്ചിട്ട് ആള് ക്യാൻസൽ ആക്കിയിട്ടൊന്നുമില്ല. ഈ എർട്ടിക തിരിയണ അവിടെയാണ് നമുക്ക് തിരിയേണ്ടത്. ഇതാണ് ബോംബെ കഫേ. ഇവിടുന്ന് ആകെ 500 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വണ്ടി അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ടോണ്ടേ വണ്ടി ഇങ്ങനെ തിരിച്ചു വരേണ്ട ഒരു താമസമുണ്ട്. അപ്പോൾ ആളിവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇവരായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ. ഒരു ചെറിയ കുട്ടിയും 2 ലേഡീസും. ഇത് നമ്മളെ ആലുവ കറക്റ്റ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് തിരിയണ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഫ്രൂട്ട് ബി. അപ്പോൾ അവിടേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാടിച്ചപ്പോൾ കുറച്ച് ഡിലേ ആയല്ലോ. ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ വന്നു ചോദിച്ചു. ആദ്യം ഇല്ല എന്ന് പറഞ്ഞ്. പിന്നെ പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല മെസ്സേജും കണ്ടില്ലായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ഒരു ചേച്ചി പറഞ്ഞു ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, നമ്പർ ഇല്ല കോള്. അപ്പോൾ അതിലിങ്ങനെ അഹമ്മദാബാദ് അങ്ങനെ ഗുജറാത്തിൽ നിന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ആ കോൾ എടുത്തില്ലായിരുന്നു. അപ്പം നമ്മളെ പ്രശ്നമല്ലേ, നമ്മൾ കോൾ ചെയ്തേക്കണു. അപ്പം ഞാൻ പറഞ്ഞു ഊബറിൻ്റെ നമ്പർ അങ്ങനെയാണ് വരിക. അപ്പം നമുക്ക് കണ്ടാൽ തോന്നും അതൊരു ഫേക്ക് നമ്പർ പോലെ. നമ്മൾ ഈ കസ്റ്റമർ കെയറൊക്കെ വിളിക്കണം അങ്ങനത്തെ ഒരു മോഡൽ നമ്പറാണ് വരിക. അപ്പോൾ ഏതായാലും ആളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ 690 ആയിട്ടുണ്ട് 3 ട്രിപ്പിൽ. ഈ ട്രിപ്പിന് നമുക്ക് 191 രൂപ കിട്ടിയത്. 240 ആയിരുന്നു ടോട്ടല് ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. നമ്മളിവിടെ അവിടെ തന്നെ ഇവിടുന്ന് കുറച്ച് പോകുന്നപ്പോൾ തന്നെ ഇവിടെ ഹൈവേൻ്റെ സൈഡിൽ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കയറ്റിട്ട് ഇപ്പോൾ സമയം 10:57 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മിസ്സിരിയ. 2.5 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഏതായാലും പോകാൻ നിൽക്കായിരുന്നു. കുറച്ച് പണികളുണ്ടായിരുന്നു, വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇതിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 2.7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിക്കപ്പ്, 6 മിനിറ്റ്. എന്നാലും കുഴപ്പമില്ല. 157 രൂപയുടെ എന്തോ ട്രിപ്പാണ്. നമ്മളെ ക്യാമറ ആകെ ഒടിഞ്ഞ് തൂങ്ങി ചാടിക്കണേ, ശരിയാക്കണം. അപ്പം നമുക്ക് ബാക്കിൽ ഡയറക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ നല്ലതാണ്. അപ്പോൾ ഒരു വണ്ടി പോയി. നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് അത് ഇവിടെ ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. ആലുവയിലുള്ള ഒരു കാർമൽ ഹോസ്പിറ്റലുകാരുണ്ട്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അത്യാക്കാരനെ തോന്നുന്നുണ്ട്, വീഡിയോ ഒക്കെ കാണലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ആളൊന്ന് കണ്ടോക്കട്ടെ. നമ്മളെ കസ്റ്റമർ എല്ലാവരും സബ്സ്ക്രൈബ്. നിങ്ങളുടെ പേരെന്താ? സനു. സനു മെസ്സേജ് ഉണ്ടല്ലേ? ഓർമ്മ. അപ്പോൾ നമുക്ക് ചായ എടുക്കുന്ന ഇടയിൽ ഒരു ട്രിപ്പ് അടിച്ചു, ഒരു ചെറിയ ഇൻട്രസിറ്റി ട്രിപ്പ്. 900 എത്ര ഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ മറ്റേ നമ്മളെ സബ്സ്ക്രൈബറെ കണ്ട് സംസാരിച്ച് ഏതായാലും നന്നായി. അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിക്കുന്ന ഇടയിലാണ് ഈ ട്രിപ്പ് വന്നത്. ഇൻട്രസിറ്റി ഞാൻ ഇന്നലെ ജസ്റ്റ് ട്രിപ്പില്ലാതെ ഇങ്ങനെ പോസ്റ്റ് ആയപ്പോൾ ഓണാക്കിയതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഇൻട്രസിറ്റി അടിച്ചു. പിന്നെ അപ്പോൾ ഏതായാലും നന്നായി. പിന്നെ ആൾക്ക് നമ്മൾ കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടിണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് റൈറ്റൊക്കെ ഒന്ന് പോയിച്ചു മീൻ വാങ്ങാൻ. അപ്പോൾ നമ്മൾ മീൻകടൻ്റെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ എനിക്കുള്ളത് ഊബറിൽ ഓട്ടോമാറ്റിക് കൂടൂലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഊബറിലൊന്നും കൂടൂല, ഊബറൊക്കെ മഹാ തട്ടിപ്പാണ് പറഞ്ഞത്. അപ്പോൾ ആളിനോട് പറഞ്ഞേ അത് ക്യാൻസൽ ചെയ്തിട്ട് പോകണോ ചോദിച്ചു. അപ്പോൾ എനിക്ക് ലാഭം ഉണ്ടാവുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എത്ര നിങ്ങൾക്ക് കണ്ടു ചോദിച്ചു.
അപ്പോൾ ആൾക്ക് 1100 എത്ര കണ്ടത്, 1200 തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മീൻ വാങ്ങാൻ. അപ്പോൾ ഇവിടെ മീൻ വാങ്ങാൻ നിർത്തി കൊടുത്തിട്ടാണ്. 40 കിലോമീറ്റർ ആയിട്ടുള്ളത്. 900 റുപ്യക്ക് വെച്ച് കൂട്ടി നോക്കുമ്പോൾ 22 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 300 രൂപ പാടെ കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ ലാഭമായിരിക്കും എന്ന് വിചാരിക്കുക. നമ്മളെ കോതമംഗലം മതിക്കാണ്. അപ്പോൾ ഏതായാലും ഡ്രോപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ സമയം 11:43 ആയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴത്തേന് എന്തായാലും കുറച്ച് സമയമാവും. ചിലപ്പോൾ അവിടുന്ന് ചോറ് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ 2-3 ചായ കുടിച്ചു. മറ്റേ ആളെ അടുത്തുനിന്ന് ഒരു ചായ കുടിച്ചു. അപ്പോൾ ഇനി ഏതായാലും അവിടെ എത്തട്ടെ, ഡ്രോപ്പ് ചെയ്യട്ടെ. ഇതാട്ടോ നമ്മളെ കസ്റ്റമർ. അവിടെ എത്തിയേക്ക് തന്നെ നമ്മൾ ജുമാക്ക് പള്ളിക്ക് പോയതാണിത്. അങ്ങനെ നമ്മളെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ ഈ ഒരു വീട്ടിലേക്കായിരുന്നു. അപ്പോൾ ജുമാസ്കാരം കഴിഞ്ഞിട്ട് ആളെ വീണ്ടും ഇങ്ങോട്ട് തന്നെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ 2:17 ആയപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തണലുള്ള ഏരിയ നോക്കിയാണ്ട് ഇവിടെ എന്തൊരു പൈപ്പൊക്കെ, ഒരു തണലുള്ള ഏരിയ നോക്കിയാണ്ട് ഒരു 5-6-8 കിലോമീറ്ററോളം പോകുന്നുണ്ടാവും. ഇപ്പോൾ ഹൈവേന്ന് മെയിൻ റോഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് ഉള്ളിലേക്ക് വീണ്ടും റോഡ് കയറി നല്ലൊരു തണൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ റോട്ടിൽ ഒരു 2-3 കിലോമീറ്ററോളം പോകുന്നത്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് തിരിച്ച് പോകണം നമ്മളെ പെരുമ്പാവൂർ റോട്ടുമ്പോൾ എത്തണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു കോറി എന്തോ ഉണ്ട്, മീൻ കോറിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തണലുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ ഇലയും മുള്ളൊക്കെ ചാടുന്നുണ്ട് ഇതിൽ കൂടി. നല്ല തണുത്ത കാറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചെറുപയർ, മുട്ട, പിന്നെ നമ്മളെ ക്യാരറ്റ് കൊണ്ടൊരു ഉപ്പേരി. അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കട്ടെ. 2 മണിയായി സമയം. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മെയിൻ റോഡാണ് അവിടെ കാണുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ 2:45 ആയിട്ടുണ്ട്, 2:48 ആയിട്ടുണ്ട്. നമുക്ക് ഊബർ ഓൺ ആക്കി നോക്കാം. ഇപ്പോഴാട്ടോ ഞാൻ ഊബർ ഓൺ ആക്കണത്. എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നറിയില്ല. ഊബർ ഓൺ ആയിട്ടുണ്ട്. വല്ല പേഴ്സണൽ ട്രിപ്പ് ആക്കി പോയതിന് എന്തെങ്കിലും ഇവിടെ മെസ്സേജ് വരും. പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മെസ്സേജ് വരും. അപ്പോൾ ഞാൻ ഫോണൊക്കെ ഓഫ് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ട്രിപ്പ് അടിക്കണം. ഇവിടുന്ന് എന്തായാലും ഒരു 16-17 കിലോമീറ്റർ ഉണ്ട് പെരുമ്പാവൂർക്ക്. ഇവിടെ ഒരു അരമണിക്കൂർ നിന്ന് നോക്കട്ടെ. 2:49 3:30 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ നമുക്ക് ഊബറിന്ന് പണിയൊന്നും കിട്ടിയില്ല. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അശ്വിൻ ആലുവക്കാണ്. 566 എന്തോ ക്യാഷ് കണ്ട്. 5.6 കിലോമീറ്റർ 11 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഐ ആം ഓൺ മൈ വേ എന്നുള്ളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ മെസ്സേജ് അയക്കണ്ടോ, ഇൻസൈഡ് കോളേജ്. ഓക്കെ, ഗോട്ടിറ്റിൻ്റെ അർത്ഥം എന്തെങ്കിലും അറിയില്ല കേട്ടോ. ഇവിടെ ഉള്ളത് കണ്ടപ്പോൾ വിട്ടതാണ്. കോട്ടപ്പടി അതൊക്കെ അടക്കട്ടെ. ഓക്കെ എന്നിട്ടാ എന്നിട്ട് നമുക്ക് ചെന്ന് നോക്കാം. 11 മിനിറ്റ്. അപ്പോൾ കുഴപ്പമില്ല, ഭാഗ്യമുണ്ട്. അപ്പോൾ തിരിച്ച് കാല് പോകേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഊബറാർ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ പേഴ്സണൽ ട്രിപ്പ് ആക്കി പോകുന്നത്. അങ്ങനെ പോകുന്ന കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴൊന്നും ട്രിപ്പ് തരൂല. അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു. ഒരു 5-8 കിലോമീറ്ററോളം ഞാൻ കാല് പോന്നിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ച് റിട്ടേൺ ട്രിപ്പും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. നമ്മൾ ഈ വായൻ്റെ അവിടെയാണ് നിന്നിട്ടുണ്ടായിന്. അപ്പോൾ 5.5 കിലോമീറ്റർ ഉള്ള ഉണ്ടായിന് പിക്കപ്പിന്. അപ്പോൾ നമ്മൾ കുറച്ചാണ് പോയപ്പോൾ ദൂരം കൂടി 7 സംതിങ് ആയി കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് തന്നെ ആയിരുന്നു. അവിടുന്ന് ആ ഭാഗത്താണ് നമ്മൾ ചോറ് കഴിച്ചത്. പിന്നെ അവിടെ ഒരു ടാങ്കർ ലോറി വന്നപ്പോൾ വേഗം വണ്ടി എടുത്ത് ഇങ്ങോട്ട് മാറ്റിയതാ. അപ്പോൾ അവിടുന്ന് കുറച്ചുള്ളൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും പോയി ഇനി ആളെ പിക്കട്ടെ, അശ്വിൻ. അങ്ങനെ നമ്മളെ ആലുവൻ്റെ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് അത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അതൊരു സ്കൂളിൽ നിന്ന് 4 സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ നല്ല പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്ഥിരം നിൽക്കുന്ന സ്പോട്ടിൽ വന്ന് നിർത്തിയിട്ടുണ്ട് ഞാൻ ആലുവന്ന്. റാപ്പിഡോമ്പാട് ഓണാക്കി. പക്ഷെങ്കിൽ അവിടുന്ന് ട്രിപ്പ് അടിച്ചില്ല. 1395 രൂപയായി ഇന്നത്തെ. പിന്നെ നമ്മളെ പേഴ്സണലിൽ അങ്ങോട്ട് പോയതും. അപ്പോൾ 4:17 ആയി സമയം. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. മൂക്കന്നൂർക്ക് വീണ്ടും ഇന്റർസിറ്റി ആട്ടോ. 500 റുപ്യയുടെ മോളി എല്ലി ഹിൽസോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ നിന്നാണ്. പിക്കപ്പ് എത്ര കിലോമീറ്റർ നോക്കട്ടെ. 2.5 കിലോമീറ്റർ. അത് കുഴപ്പമില്ല. പിന്നെ നമുക്കിപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. 350 രൂപ എത്ര. 20 കിലോമീറ്റർ ഡ്രോപ്പും 3 കിലോമീറ്റർ പിക്കപ്പും. മാച്ച് ട്രിപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ എടുക്കാതെ ഏതായാലും നന്നായി. നമുക്ക് 500 രൂപയുടെ ഒരു ഇന്റർസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ. 5:31 ആയി. ഇവിടെ എത്തി ക്ലോസ് ചെയ്ത ഉടനെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അബിദാൻ. ഇത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ 700 എത്ര രൂപയുടെ ഇന്റർസിറ്റി ആണ്. നമ്മളെ CNG 2 പുള്ളിയുള്ളൂ. ഞാൻ പോരുന്ന വഴിക്ക് അത്താണിക്കൊന്ന് അടിക്കണം എന്ന് എഴുതിയിരുന്നു. പിന്നെ ഇനി ഇവിടുന്ന് മറ്റേ നമ്മളെ അപ്പോളോ ഡിലക്സ് ഹോസ്പിറ്റലുണ്ട്, അവിടുന്ന് അടിക്കാമെന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇത്ര പെട്ടെന്ന് ട്രിപ്പ് അടിക്കും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. 2 ഘട്ടം കൊണ്ട് അവിടെ എത്തും. കറക്റ്റ് ആയിരിക്കും. അവിടെ എത്തിയ ഉടനെ നമ്മളെ CNG മുഴുവൻ കഴിയും.
അത് കുഴപ്പമില്ല. ഏതായാലും ട്രിപ്പ് എടുക്കട്ടെ. 700 രൂപയുടെ ട്രിപ്പാണ് ഈ ട്രിപ്പ്. നമ്മളെ ആലുവ ജംഗ്ഷൻ വഴിയാണ് വന്നത്. ആ വഴിക്ക് വരേണ്ട ആവശ്യമില്ല, വേറൊരു വഴി ഉണ്ടായിരുന്നു, അതാ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വഴി ഇങ്ങോട്ട് ആലുവ വഴി പോകുന്നതുകൊണ്ട് 2.5 കിലോമീറ്റർ കൂടി നല്ല സമയം കൂടി, നല്ല ബ്ലോക്കുള്ള സമയമാണല്ലോ ആലുവ. അപ്പോൾ അവർ 2 പേരുണ്ടായിരുന്നു, ഒരു ലേഡി ഉണ്ടായിരുന്നു, ആ ലേഡിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലുവ വഴി പോകാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കിലോമീറ്റർ കൂടി. അപ്പോൾ ഞാനൊരു 40 രൂപ അങ്ങനെ കൂട്ടി വാങ്ങിയിട്ടുമുണ്ട്. അപ്പം ഇനി ഏതായാലും നമ്മളെ ഇയാളെ പോയി പിക്കട്ടെ, സൗത്തിക്കുള്ള കസ്റ്റമറെ. ഇപ്പം കോൺക്രീറ്റ് റോഡ് കൂടിയാണ് ഇപ്പോൾ പോണത്. ഈ കോൺക്രീറ്റ് റോഡ് കൂടിയും നമ്മളെ ഇന്റർലോക്ക് ഇട്ട റോഡ് കൂടിയും പോകുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് നമുക്ക് ആ വണ്ടിൻ്റെ ആ സൗണ്ട് കേൾക്കണത്. ഇപ്പം ആ സൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ആരെങ്കിലും വർക്ക്ഷോപ്പിലത്തെ ആരെങ്കിലുമൊക്കെ കയറ്റിയിട്ട് കേട്ടോ, അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിനുള്ളിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ അടിഭാഗത്ത് എന്തോ ഡാമേജ് ഉള്ള പോലെ തോന്നും. നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇനി ഷോറൂമിൽ കയറ്റിയിട്ട് അവിടുത്തെ ആരെങ്കിലും വണ്ടിയിൽ എത്തിയിട്ട് ഇങ്ങനത്തെ റോഡ് കൂടി കൊണ്ടുപോകണം. അവർ 2 വട്ടം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് നുണ പറഞ്ഞതേക്കാൻ ചിലപ്പോൾ 1 വട്ടമൊക്കെ പോയി നോക്കിയിട്ടുണ്ടാവും, ഒന്നും കാണാത്തതുകൊണ്ട്. അതെന്താ ഡയറക്റ്റ് റോഡ് കൂടി പോകുമ്പോൾ കറക്റ്റ് കിട്ടൂല. ഇപ്പൊ നമ്മളെ സിവിൽ സ്റ്റേഷന്റെ അവിടെയാണ്, കാക്കനാട് ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ, അവിടെയാണ് പാർക്ക് ചെയ്തിട്ടിരിക്കണ. സമയം 8:11 നമ്മൾ ആ ഇന്റർസിറ്റി നമുക്ക് ഇങ്ങോട്ട് സൗത്തേക്ക് കിട്ടിയത് 1 മണിക്കൂറും 37 മിനിറ്റ് കൊടുത്തു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ 38 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, നല്ല തിരക്കുണ്ടാവും. ഊബർ ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു. അപ്പൊ നമ്മൾ സൗത്തൊക്കെ ഭയങ്കര തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ എത്തിയ ഉടനെ അടുത്ത ട്രിപ്പ് അടിച്ചു. പിന്നെ നമ്മൾ അക്സെപ്റ്ററേറ്റ് പോകും, അപ്പോൾ വേഗം എടുത്തു. അത് കാക്കനാട്ടേക്കായിരുന്നു. അത് 11 കിലോമീറ്റർ, അതിന് 44 മിനിറ്റ് എടുത്ത്. നല്ല ബ്ലോക്ക് ഉണ്ട്. പിന്നെ അപ്പൊ ഇനിയിപ്പോ ഏതായാലും 8:11 ആയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ ആയിട്ട് ഇനി ഓണാക്കാം. കുറെ വണ്ടി ഓടി, ഇനിയിപ്പോ വണ്ടിക്ക് റെസ്റ്റ്. പിന്നെ ഇപ്പൊ നല്ല തിരക്കും ഉണ്ട്. അപ്പൊ ആ തിരക്കണ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓടാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു 10-11 മണി വരെ തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതായാലും നാളെ മറ്റന്നാള് ലീവാണ്, ശനി ഞായറും. അപ്പൊ ഇന്ന് കുറച്ചധികം ഓടാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ നമ്മള് ആ ഇന്റർസിറ്റി സൗത്തേക്ക് പോയിരുന്ന ട്രിപ്പിൽ നമ്മള് പോയിരുന്ന വഴിക്ക് CNG അടിച്ചിട്ടുണ്ടായിരുന്നു. ആലുവ പുളിഞ്ചോട്ടെന്നാണ് നമ്മൾ CNG അടിച്ചത്. കഴിഞ്ഞ CNGയില് 205 കിലോമീറ്റർ ഓടി. ലാസ്റ്റ് പിന്നെ ഒരു കട്ടിമാടുണ്ടായിരുന്നു. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഇന്റർസിറ്റികളായതുകൊണ്ടേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ അടിച്ച CNG 708 രൂപയായി CNGക്ക് ഫുൾ ടൈം കയറി. നല്ല പ്രഷറുള്ള CNG കേട്ടോ. ഒരു 16 കിലോമീറ്റർ പോയതിനു ശേഷമാണ് ഒരു കട്ട നമ്മളത് പോയത്, ഫുൾ കട്ടിൽ നിന്ന്. സാധാരണ ഇവിടുന്ന് അടിക്കുമ്പോൾ ചില പമ്പിൽ നിന്ന് അടിക്കുമ്പോൾ പമ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു കട്ട പോകും, പിന്നെ 1 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ അടുത്ത കട്ടയും പോകും. അങ്ങനത്തെ പമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 16-17 കിലോമീറ്റർ ഓടിയുണ്ട്. സൗത്ത് എത്താൻ നേരത്താണ് നമ്മളിത് ഒരു കട്ട പോയത്. അപ്പൊ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടിയിട്ടുണ്ട്. നല്ല പ്രഷറുള്ള CNG ആയിരുന്നു. ഇപ്പൊ നമ്മളിത് 2 കട്ട കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ബ്ലോക്ക് കൂടി ഇങ്ങനെ പോകുന്നതുകൊണ്ട്. അപ്പൊ ഇനി ഏതായാലും ഇപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അടുത്ത ട്രിപ്പ് അല്ല, അപ്പൊ ഓഫ് ചെയ്തിട്ടാണ്, ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ ഓൺലൈനിലാക്കാം. ഇന്ന് നമുക്ക് ഇന്റർസിറ്റിന്റെ ഒരു ചാകരയാണ് കേട്ടോ. അടുത്തൊരു ഇന്റർസിറ്റി അടിച്ചിട്ടുണ്ട്, ആലപ്പുഴ നമ്മളെ പൂച്ചക്കലിന്റെ അടുക്ക്. 20 കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പോ നമ്മളെ ഇരുമ്പനം സിഗ്നലാണ്. നമ്മൾ അതിന് ശേഷം കുറച്ച് മുമ്പ് ഒരു 3/4 മണിക്കൂർ മുമ്പ് ഊബർ ഓണാക്കി ഒരു 150 രൂപയുടെ ട്രിപ്പ് കൊണ്ട് അടിച്ചു. അപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഞാൻ പാർക്ക് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ നേരത്താണ് ഈ ട്രിപ്പ് അടിച്ചത്, അടുത്ത ഇന്റർസിറ്റി. അപ്പോൾ ഇനിയൊരു 50 മീറ്ററും കൂടി ഉള്ളു. ഈ സിഗ്നൽ കഴിഞ്ഞാൽ അവിടെ ഒരു ബാറുണ്ട്, ആ ബാറിൽ നിന്നാണ് പിക്കപ്പ്. രാകേഷ് കൃഷ്ണൻ. അങ്ങനെ നമ്മളെ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടു. 10:41 ആയി സമയം. നല്ല പെരും മഴ ഉണ്ടായിരുന്നു. അപ്പോൾ റോഡിലൊക്കെ ഭയങ്കര കുഴികളാണ്. ഓരോ കുഴിയിലും ഇങ്ങനെ ചാടിയിട്ട് വണ്ടിന്റെ സൗണ്ടൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ട്, ആ ഇന്റർസിറ്റി ട്രിപ്പ്. ഇപ്പൊ സമയം 10:42 ആയിട്ടുണ്ട്. ഇത് നമ്മളെ ആലപ്പുഴ ഭാഗത്തേക്ക് പൂച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പൊ ഞാൻ ടോള് വാങ്ങാൻ മറന്നു. പിന്നീട് ഞാൻ ടോള് വാങ്ങി, 60 രൂപ വാങ്ങി. 50 ഉള്ളൂ ടോളിന്. ഞാൻ പിന്നെ കണക്കൂട്ടിയ പെട്ടെന്ന് 60 എന്ന് പറഞ്ഞു. അങ്ങനെ ടോള് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ടോള് ഇപ്പൊ നോട്ട് ഇൻക്ലൂഡിങ് ആണല്ലോ. അപ്പൊ എന്താന്നോ, ഞാനിനി ഇന്റർസിറ്റി ഓഫ് ചെയ്യാണ്. എറണാകുളത്തേക്ക് എങ്ങനെയല്ല എത്തട്ടെ. ഇപ്പൊ ഇന്റർസിറ്റി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ട്രിപ്പ് കിട്ടൂല. അപ്പോ ഏകദേശം അരൂര് ഭാഗത്തുമ്പോ ഇന്റർസിറ്റി ഇനി ഓഫ് ചെയ്യണം. ഇനി ഇന്റർസിറ്റി പോകാൻ കഴിയൂല. ഇത് പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി ഇന്റർസിറ്റി വേണ്ടിയില്ലാന്ന്. കാരണം എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഇന്ന് അത്യാവശ്യം നല്ല ട്രിപ്പും ഉണ്ട്, മഴയും കാര്യങ്ങളായതുകൊണ്ട് റേറ്റ് കൂടിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ 2-3 റെയിൽവേ സ്റ്റേഷൻ കിട്ടിയാൽ തന്നെ ഏകദേശം റേറ്റ് ആവും. അപ്പൊ ഇന്റർസിറ്റി പോകുന്നത് വലിയൊരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മള് അത്രയും കാല് പോകണം. 27 കിലോമീറ്റർ, 50 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് എറണാകുളത്തേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമല്ല, ഇതൊരു ഉള്ളേരിയാണ്.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോവാം, ഒരു അരൂര് വരെ ഇങ്ങനെ കാലടിച്ച് പോവാം, എന്നിട്ട് അരൂര് കുറച്ച് നേരം നിർത്തിയിട്ട് വീണ്ടും പോവാം. അപ്പോൾ ഇനി അരൂര് കൂടി ഇനിയും പോകുമ്പോൾ ഇനിയും ടോൾ കൊടുക്കണം. അത് കുഴപ്പമില്ല, ഇനി അതിൻ്റെ പകുതി ടോള് അല്ലെങ്കിൽ 40 രൂപയൊക്കെ ആവുള്ളൂ. പോട്ടെ. പിന്നെ അതിൽക്കൂടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇനി ചിലപ്പോൾ ഷോർട്ട് കട്ട് വഴി പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ടോൾ വഴി പോകും. അതിന് മുമ്പ് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇന്ന് നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്തിട്ടുണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടായിരുന്നു. ഒരു 2-3 ഇൻട്രസിറ്റി കിട്ടിയല്ലോ നമുക്ക്. പക്ഷേങ്കിൽ ഈ പൈസ ഒക്കെ ഇന്ന് കിട്ടിയ പൈസ മുഴുവൻ വർക്ക്ഷോപ്പ് കൊടുക്കാനുള്ളതാണ്. കാരണം നമ്മളെ വണ്ടിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സൗണ്ട് നല്ല അത്യാവശ്യമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർലോക്ക് ഇട്ട റോഡ്, അതേപോലെ നമ്മളെ കോൺക്രീറ്റ് ചെയ്ത റോഡൊക്കെ ഉണ്ടാവുമല്ലോ, ആ റോഡ് കൂടെയൊക്കെ പോകുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ സൗത്തിൽ നിന്ന് കാക്കനാട്ടിലേക്ക് പോയ കസ്റ്റമറും പറഞ്ഞു വണ്ടിൻ്റെ ബുഷൊക്കെ പോയിക്കണില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, ഇന്നലെ മിന്നാന്നിപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ, അവരിപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, ടെസ്റ്റ് ഡ്രൈവ് ഒന്നും അടിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ അഥവാ അടിച്ചിക്കണി തന്നെ അവർ നല്ല ഡാറിട്ട റോഡ് കൂടി പോയോണ്ട് അത് അറിയില്ല. ഇൻ്റർലോക്ക് ഇട്ട റോഡ് കൂടിയും കോൺക്രീറ്റ് ചെയ്ത റോഡ് കൂടി പോകുമ്പോഴാണ് ഇത് സൗണ്ട് നല്ലോണമായിട്ട് അറിയണത്. അപ്പോൾ ഇനി ഒന്നല്ലെങ്കിൽ വർക്ക്ഷോപ്പ് കയറ്റിയിട്ട് കാണിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നാളെ തന്നെ കാണിക്കണം. അപ്പോൾ ഇന്ന് കിട്ടിയ എമൗണ്ട് മുഴുവൻ ഇതെന്തായാലും എനിക്ക് തോന്നണത് അത്യാവശ്യം പൈസ ഉണ്ടാവും. കാര്യമായിട്ട് എന്തോ ഒരു പണി അടിഭാഗത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ സൗണ്ട് ഇങ്ങനെ കൂടി വരികയാണല്ലോ, അപ്പോൾ ഓടുന്തോറും പ്രശ്നം ചിലപ്പോൾ കൂടും. അപ്പോൾ നാളെ തന്നെ ഇത് കാണിക്കും ഞാൻ. ആദ്യം നമ്മളെ ഷോറൂമിൽ നമ്മളെ വണ്ടി ചെയ്ത ആളെ വിളിച്ചിട്ട് ആളെ വണ്ടി കയറ്റിയിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. എന്നിട്ട് ആൾക്ക് സൗണ്ട് കേൾപ്പിച്ചിട്ട് എന്താ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ ഒന്ന് കാട്ടി കൊടുക്കും. എവിടെ റേറ്റ് കുറവ് വെച്ചാൽ അവിടെ കൊടുക്കും നമ്മൾ. ഹലോ, അപ്പോൾ 12:33 സമയം. നമ്മൾ നേരത്തെ ഇവിടെ അരൂര് ടോളിൻ്റെ അടുത്ത് കൊടുന്ന് വെച്ചതാണ് വണ്ടി, പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ഞാനങ്ങനെ മൊബൈൽ മീൻ കളിച്ച് അങ്ങനെ ഇരുന്നു കുറേ നേരം. അപ്പോൾ ഇനി നമ്മളെ ഫാസ്ടാഗിൻ്റെത് വാലറ്റിലുള്ള പൈസ മൈനസായി കിടക്കുകയാണ്. അപ്പോൾ അത് റീചാർജ് ചെയ്യണം, എന്നാലേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ -15 കിടക്കുന്നത്. അപ്പോൾ ഇതിൽ മിനിമം 100 ഇടാൻ പറ്റുള്ളൂ. നമുക്ക് 100 പേയ്മെൻറ്റ് ചെയ്തിട്ട് ടോൾ വഴി തന്നെ പോവാം. ഇനി ടോൾ കട്ട് ചെയ്തിട്ടൊന്നും പോകണ്ട. പേയ്മെൻറ്റ് 100 രൂപ ചെയ്തിട്ടുണ്ട്, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, 85 ആയിട്ടുണ്ട്, -15 കഴിഞ്ഞിട്ട് 85 ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പോവാം. അവിടെ ഒരു പച്ച ബോർഡ് കാണൂല രാത്രി, അവിടെ പച്ച ബോർഡ് ഉണ്ട് കേട്ടോ. ടോളിൻ്റെ ഒരു 50 മീറ്റർ മുമ്പിലാണ് നിർത്തിയിട്ടിരിക്കണേ. അപ്പോൾ ഇനി ഏതായാലും പോട്ടെ. ഊബർ ഓഫ് ചെയ്യുന്നില്ല, നമ്മളിന്ന് എന്തായാലും ഉറക്കം വരുവോളം ഓടാം. അങ്ങോട്ട് പോയപ്പോഴേ ടോള് 50 രൂപയേനു. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പം ഞാൻ എന്തായാലും സാധാരണ ടോളൊക്കെ അങ്ങനെ പകുതിൻ്റെ അടുത്ത് കുറയലുണ്ട്. ഇതിപ്പോൾ എന്തായാലും എത്ര കുറഞ്ഞ നമുക്ക് നോക്കി നോക്കാം. 85 ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ പോന്നപ്പോഴേ നമ്മളെ തൊട്ടപ്പുറത്തുള്ള ട്രാക്കിൽ ഒരു ലോറിക്കാരുണ്ടായിരുന്നു. ആ ആള് ഭയങ്കര കച്ചറ ഉണ്ടാക്കല്, പോലീസൊക്കെ ഉണ്ടായിരുന്നു, 2 പോലീസുമാരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം ഇതൊക്കെ തന്നെ. ടോള് പിരിക്കാൻ ഇവര് ആൾ ഉഷാറാ, പക്ഷെങ്കിൽ റോഡ് ഭയങ്കര മോശമാണ്. റോഡ് നമ്മൾ ഇതിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ അലൈൻമെൻറ്റും കാര്യങ്ങളും പോകും. ഓക്കെ, നമ്മളത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മളെ ഫാസ്റ്റാഗത്തെ പൈസ റീഫ്രഷ് ആവില്ല. അപ്പോൾ കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ എന്താന്നോ, റോഡ് മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്താലും നല്ല വെള്ളം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിലും റോഡ് ഭയങ്കര മോശം, പെരും കുഴിയാണ്. നമ്മളെ ഈ വണ്ടിയൊക്കെ സൗണ്ട് ഉള്ളതൊക്കെ തന്നെ പ്രശ്നം. ഇവരെ റോഡിൽ കൂടി നമ്മൾ പോയിട്ട് റോഡില്ല പൈസ മുഴുവൻ ഇവർ ചാമ്പും ചെയ്യും. എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ ഫൈന്, റോഡിൻ്റെ സൈഡിലിട്ട് 500, 1000 സംഭവം. അതിനൊക്കെ ഫൈൻ അടിക്കണം. ഓക്കെ, പക്ഷേങ്കിൽ റോഡ് നല്ല റോഡ് വേണം. ഇത് ഇവർ ഈ 50 റുപ്യക്കോ 60 റുപ്യക്കോ ടോൾ ഇപ്പോഴും പിരിച്ചിട്ടുണ്ട്. റോഡ് നല്ല റോഡല്ല. ആ പാലത്തും കൂടെ കയറാണ്ടല്ലോ, എന്താ വലിയ വലിയ കുഴികളറിയാം. നമ്മൾ സ്പീഡൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ നല്ല ഹൈവേ അല്ലേ, ഇവിടുന്നൊക്കെ നമ്മളെന്തായാലും പതുക്കെ സ്പീഡേ പോരുള്ളൂ. ഈ ഹൈവേയിൽ ഇപ്പോൾ പതുക്കെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് കയറി കുഴി, അതിലൊരു കുഴിയിൽ നല്ല ചാട്ടം ചാടിയാൽ അലൈൻമെൻറ്റും പോകും, ടയറും പോകും, വണ്ടിൻ്റെ അടിഭാഗങ്ങളൊക്കെ നമ്മൾ കിലുങ്ങണ പോലെ ഇങ്ങനെ കിലുങ്ങും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഫാസ്റ്റാഗത്തത് റീഫ്രഷ് ആയിട്ടുണ്ട്, 65 ആയിട്ടുള്ളത്. അപ്പോൾ 85 ആയിരുന്നു. അപ്പോൾ 75, 85, 20 രൂപ. ഓക്കെ, അപ്പോൾ പകുതി തന്നെയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ മാടവന ജംഗ്ഷനാണ്. നമുക്ക് ഫുഡ് കഴിക്കണം. സമയം 12:39 ആയിട്ടുണ്ട്. ഫുഡ് നല്ലൊരു അടിപൊളി ഹെവി ഒന്നല്ല, ഒരു അൽഫാം കഴിക്കണം. ഇന്നലെ അൽഫാം കഴിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പം ഇനി നാളെ എന്തായാലും ലീവാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് നാളെ വർക്കിന് ഇറങ്ങുമ്പോൾ ഇന്ന് അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ നാളെ വയറിനൊരു ചെറിയൊരു ഇളക്കം വരും. അപ്പോൾ അതുകൊണ്ട് നാളെ എന്തായാലും ലീവാണ്. ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി നിർത്തി. 2:06 ഒരു അൽഫാമും വാങ്ങിയിട്ട് നേരെ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിയത്
ബീല് 306 കിലോമീറ്റർ ഓടിയുണ്ട് ബീല്. അപ്പം നമ്മൾ ആ മറ്റേ അരൂരിന്നല്ല, ആ പൂച്ചക്കലിനൊക്കെ അവിടെ നമ്മൾ കുറേ കാലടിച്ച് പോന്നിക്കാണ്. അപ്പോൾ ഏതായാലും നാളെയും മറ്റന്നാളും ലീവാണ്, നമ്മളെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കറക്കത്തിലായിരിക്കും. അപ്പോൾ 2:07 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് ചോദ്യം പറയണേൽ 50 കൂടും കുറയും ചെയ്യാം, ഡിഫറൻറ്റ് കുഴപ്പമില്ല. പിന്നെ പ്രൈസ് 50 ഉള്ളൂ കേട്ടോ. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പ്രൈസ് തരാനൊന്നും ഇല്ല. പിന്നെ വണ്ടിക്ക് ഇപ്പം ഇനി നാളെ വർക്ക്ഷോപ്പ് കൊടുക്കുമ്പോൾ എത്ര ആവുന്നാവും. അപ്പോൾ ഏതായാലും ഈ ഒരു എമൗണ്ട് നമുക്ക് ആദ്യമായിട്ടാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ശരിയാവണമെന്നില്ല. ഇത് ആരും വിൻ ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എമൗണ്ട് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.